ഹലോ ഗൈസ്, നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം കേട്ടോ. അപ്പം നമ്മൾ ഇന്നൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ, ഒരു ടോയ് ആണ്. അപ്പം നമുക്ക് അതെന്താണെന്നൊന്ന് കണ്ടിട്ട് വന്നാലോ. ഇതൊരു ചൂണ്ടയും മീനുമാണ് കേട്ടോ. നമുക്ക് ചൂണ്ടയൊക്കെ ഇടാനായിട്ടൊക്കെ ഇഷ്ടപ്പെട്ട് പറഞ്ഞ് നടക്കുന്ന പിള്ളേർക്ക് കളിക്കാൻ വാങ്ങിക്കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു ഐറ്റമാണ്. രുദ്രൻകുട്ടനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി ചൂണ്ടയിടുന്നതൊക്കെ. അപ്പോൾ അവനത് കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു കടയെ കണ്ടിട്ട് വേണമെന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു വാശി പിടിച്ച്. അപ്പം നമ്മളിന്നത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. 80 രൂപയാണ് ഈ ടോയ്ക്ക് ആ കടയിൽ വില ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണാം കേട്ടോ. അപ്പോൾ അത് മേടിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അത് മേടിച്ച് കൊടുക്കാമെന്ന് കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു. എന്ത് മേടിച്ചാലും അവൻ പെട്ടെന്ന് നശിപ്പിക്കും, അതുകൊണ്ടാണ്. പക്ഷെ ഇത് ഒരു ഇൻട്രസ്റ്റുള്ള കാര്യമാണ് അവന്. ഈ ചൂണ്ടയിടലും മീനെ പിടിക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഞാൻ ഓർത്തൊന്ന് വാങ്ങിക്കൊടുക്കാമെന്ന്. അപ്പം അടങ്ങിയിരുന്നാലോ, അല്ലെങ്കിൽ ഏത് സമയം നോക്കിയാലും ഭയങ്കര ഓട്ടമൊക്കെയാണ്. അപ്പം ഇത് വാങ്ങിച്ചു കൊടുക്കാമെങ്കിൽ അടങ്ങിയിരുന്ന് കളിക്കുമെങ്കിൽ നല്ലതല്ലേ. അപ്പം അങ്ങനെ മേടിച്ചതാണ്. നമുക്ക് നോക്കാം അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത്. ആ സെറ്റിൻ്റെ കൂടെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചൂണ്ട വരുന്നുണ്ട്, ഒരു ചൂണ്ടയും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 4 മീനും വരുന്നുണ്ട്. വെറൈറ്റി നിറത്തിലുള്ള മീനുകളാണ് കേട്ടോ. നമ്മുടെ അക്വേറിയത്തിലൊക്കെ കാണുന്ന പോലത്തെ മീനാണ്, നമ്മൾ സാധാ മീനല്ല. ഒരു വയലറ്റ് കളറുണ്ട്, ഒരു റോസ് കളറുണ്ട്, പിന്നെ ഒരു ഗ്രീൻ കളറും പിന്നെ ഒരു ഓറഞ്ച് കളറുള്ള മീനുമാണ് വരുന്നത്. ഇതിൻ്റെ ടെക്നിക്ക് എങ്ങനെ ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ചൂണ്ട പോലെയുള്ള ഭാഗത്തായിട്ട് ഒരു കാന്താണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ട. അതുപോലെ തന്നെ മീനിൻ്റെ വായുടെ ഭാഗത്തായിട്ട് ഒരു ഇരുമ്പിൻ്റെ ഒരു സ്ക്രൂ പോലൊരു സംഭവം കൂടെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ചൂണ്ട അതിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ആ ഇരുമ്പും കാന്തം കൂടെ ആകർഷിക്കും. അപ്പം അതിലോട്ട് അത് ആകർഷിക്കുമ്പോൾ ഈ ചൂണ്ടയിൽ മീൻ കൊത്തത്തില്ലേ, അതുപോലെ തന്നെ അത് കയറി പിടിക്കും മീൻ ഈ ചൂണ്ടക്കകത്തോട്ട്. ആ ചൂണ്ടയിൽ മീൻ കുത്തിയപ്പോൾ അതിന് വായും പൊളിച്ചോണ്ട് വരുവാണ് രുദ്രൻകുട്ടൻ. അപ്പോൾ അതൊരു നല്ലൊരു ടെക്നിക്കാണ്. അപ്പോൾ നമുക്ക് പിള്ളേർക്ക് ഒരു മീനെ പിടിക്കുമ്പോൾ ഉള്ളൊരു, ഇപ്പം വലിയ ആൾക്കാർക്ക് ചൂണ്ടയിട്ട് മീനെ പിടിക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സംതൃപ്തി ഉണ്ടല്ലോ, അതുപോലെ ഒരു ഇത് പിള്ളേർക്കും കിട്ടും. ഇങ്ങനെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന പോലെ ആ കാന്ത ആകർഷിക്കുമ്പോൾ മീൻ പെട്ടെന്ന് ഇങ്ങനെ അതിലോട്ട് ക്യാച്ച് ചെയ്ത് പിടിക്കുകയായിരുന്നു. അവന് അവൻ്റെ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വാതുക്കൽ കായലിൽ അവിടെ ഇവിടെയൊക്കെ ചൂണ്ടയിടാൻ പോകുമ്പോഴത്തേക്ക് അവനെയും കൊണ്ടുപോയി കാണിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവന് ഭയങ്കര ഇൻട്രസ്റ്റാണ് അങ്ങനെ മീൻ പിടിക്കുന്ന കാര്യമൊക്കെ. ഭയങ്കര ഇഷ്ടമാണ് മീന്. അപ്പോൾ അങ്ങനെ അവന് നേരത്തോട്ട് ഇതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെ ആ കടയിൽ ഇത് കണ്ടപ്പം തൊട്ട് അവൻ വാങ്ങണമെന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ്, പിള്ളേർക്കൊക്കെ ഇഷ്ടമാകുന്നൊരു പ്രൊഡക്റ്റാണ്. ഓൺലൈനിൽ ഉണ്ടാകുന്ന ഞാൻ നോക്കിയിട്ടില്ല. ഓൺലൈനിൽ ചിലപ്പോൾ ഇതിലും കൂടെ റേറ്റ് കുറവിൽ ചിലപ്പോൾ നമുക്ക് കിട്ടുമായിരിക്കും, അറിയത്തില്ല. ഞാനിത് ഇവിടെ കടയിൽ നിന്ന് 80 രൂപക്കാണ് വാങ്ങിയത്. 4 മീനും ഒരു ചൂണ്ടയും കൂടെ ഉള്ളൊരു സെറ്റായിട്ടാണ് വരുന്നത്. നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലുമൊക്കെ ഷോപ്പിൽ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപയാണ് അതിൻ്റെ റേറ്റൊന്നും നിങ്ങളൊന്ന് വാങ്ങി ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ കൂടെ ഒന്ന് പറയണം കേട്ടോ.